മുംബൈയിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപിക അറസ്റ്റിൽ എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 16-കാരനെ ആഡംബര ഹോട്ടലുകളിൽ എത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. 1 വർഷത്തോളം പീഡനം തുടർന്നതായി പോലീസ് പറയുന്നുണ്ട്. വിദ്യാർത്ഥിക്ക് മദ്യം നൽകിയാണ് പീഡിപ്പിച്ചത്. വിദ്യാർത്ഥിയെ വരുതിയിലാക്കാൻ ടീച്ചറെ സഹായിച്ച പെൺസുഹൃത്തും പിടിയിലായി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ് ശ്രീനാഥ്? TK 2023 ഡിസംബർ മുതൽ കഴിഞ്ഞ 1 വർഷക്കാലത്തോളം ഈ കുട്ടിയെ 16-കാരനെ സ്കൂളിലെ അധ്യാപിക തന്നെ പീഡിപ്പിച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ സ്കൂളിലെ 11ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പീഡനത്തിന് ഇരയായത്. ആ സമയം അവിടെ ഈ കുട്ടിയുടെ ഇംഗ്ലീഷ് അധ്യാപികയാണ് ഈ തരത്തിൽ ഉപദ്രവിച്ചത്. ഈ ഡിസംബർ മാസം 2023 ഡിസംബറിൽ കുട്ടിയെ ആദ്യം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കാനുള്ള ശ്രമം നടത്തി, ലൈംഗിക കാര്യങ്ങളും മറ്റും സംസാരിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പിന്നീട് കുട്ടി ടീച്ചറെ ഒഴിവാക്കിക്കൊണ്ട് മാറി നിൽക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് ഈ കുട്ടിയുടെ മറ്റൊരു സുഹൃത്ത്, ഒരു പെൺസുഹൃത്തിനെ കണ്ടുപിടിക്കുകയും അവരിലൂടെ വീണ്ടും കുട്ടിയിലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ ഒരു വട്ടം ഈ അധ്യാപികയുടെ കാറിൽ വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ആ കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുട്ടിക്ക് വിഷാദരോഗത്തിന്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു. അപ്പോൾ വിഷാദരോഗത്തിനുള്ള മരുന്നുകൾ നൽകുകയും ചെയ്തു. മാത്രമല്ല, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും മറ്റും സൗത്ത് മുംബൈയിലെ, ദക്ഷിണ മുംബൈയിലെ ഹോട്ടലുകളിലും മറ്റും എത്തിച്ച് പിന്നീട് 1 വർഷക്കാലത്തിനിടെ പലവട്ടം പീഡിപ്പിച്ചു. ഈ സമയങ്ങളിലൊക്കെ വിദ്യാർത്ഥിക്ക് മദ്യവും മറ്റും കൊടുത്തു എന്ന ഗുരുതരമായ കണ്ടെത്തലുകളൊക്കെ തന്നെ ഈ പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ പെൺസുഹൃത്തും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അധ്യാപികയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. 40 വയസ്സുണ്ട്. ഈ അധ്യാപികയ്ക്ക് വിവാഹം കഴിച്ചതാണ്, മക്കളുമുള്ള ഒരു സ്ത്രീയാണ് ഈ ക്രൂരത ചെയ്തത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.